നമസ്കാരം. മുടിയുടെ ആരോഗ്യത്തിനായി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെക്കുറിച്ചാണ്. ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത് അതേ കെയറോടുകൂടി വേണം നമ്മൾ മുടിയെ പരിചരിക്കാൻ. കാരണം പണ്ടത്തെ അപേക്ഷിച്ച് ധാരാളം പേരിൽ പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കുന്നു, മുടി പൊഴിച്ചിൽ വരുന്നു, നെറ്റ് കയറുന്നു, മുടിയുടെ അറ്റം പിളരുന്നു, ഡ്രൈ ആയി പോകുന്നു, ഡ്രാൻഡ്രഫ് വരുന്നു, അങ്ങനെ പലതരം പ്രശ്നങ്ങളാണ്. അതിനാൽ തന്നെ നമ്മൾ മുടിയെ നന്നായിട്ട് പരിചരിക്കണം. അതിന് വേണ്ടുന്ന ആഹാരങ്ങൾ നന്നായിട്ട് കഴിക്കുക, മുടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. മുടിയുടെ ആരോഗ്യത്തിലാണെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, പച്ചക്കറികളും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക, പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുക, മുട്ടയുടെ വെള്ള കഴിക്കുക, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പയർ മുളപ്പിച്ച് കഴിക്കുക. ഇങ്ങനത്തെ ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കഴിക്കുമ്പോൾ തന്നെ പലരിലും മുടി പൊഴിച്ചിൽ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ മുടി പൊഴിച്ചിൽ കുറച്ച് ഹെൽത്ത് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രസവത്തിന് ശേഷം, ആർത്തവവിരാമത്തിന് ശേഷം, ആർത്തവത്തോടനുബന്ധിച്ച ദിവസങ്ങളിൽ, അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ന്യൂട്രീഷൻ കിട്ടാതിരിക്കുമ്പോൾ, എന്തെങ്കിലും മരുന്നിൻ്റെയൊക്കെ ഫലമായിട്ട് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നതിന് ശേഷം, അങ്ങനെ പല കേസിലും നമുക്ക് മുടി പൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മുടി പൊഴിച്ചിൽ വരുമ്പോൾ അത് എന്ത് കാരണം കൊണ്ടാണ് വന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഇപ്പം ഏതെങ്കിലും രോഗങ്ങളുടെ ഫലമായിട്ടൊക്കെയാണ് വന്നതെങ്കിൽ ആ രോഗം കൂടി നമ്മൾ കൺട്രോൾ ചെയ്താലേ നമ്മൾ ഈ മുടി പൊഴിച്ചിൽ മാറുകയുള്ളൂ. മുടിയുടെ ആരോഗ്യത്തിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മളെ അന്തരീക്ഷം മുഴുവൻ മാലിന്യങ്ങളാണ്. പൊടിയും പുകയും, നമ്മൾ പുറത്ത് പോകുമ്പോൾ നന്നായിട്ട് പൊടിയും പുകയൊക്കെ ഏറ്റിട്ട് ധാരാളം മലിനീകരണം ഒക്കെ മുടിയിലേക്ക് കയറിയിട്ട് നമുക്ക് ധാരാളമായിട്ട് ഡാൻഡ്രഫൊക്കെ വരുവാനും അതുപോലെ എന്തെങ്കിലും സ്കിൻ ഡിസീസൊക്കെ തലയിൽ വരുവാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതിന് നമ്മൾ മുടി കഴുകി വൃത്തിയാക്കി വെക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മുടിയിലെന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി തന്നെ നമ്മൾ മുടിയിലൊരു എണ്ണമയം ഉണ്ടാകാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന സെബോ എന്നുള്ള പദാർത്ഥമാണ്. ഇതാണ് നമ്മളുടെ മുടിയിലേക്ക് ഒരു നാച്ചുറൽ ലുക്ക്, ഒരു നാച്ചുറൽ ഒരു ഓയിലി നല്ല ഷൈനിങ് ഉള്ളൊരു ലുക്ക് നൽകുന്നത്. പക്ഷേ ഡിറ്റർജൻറ്റുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഷാമ്പൂ ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഓയിലി ഒരു അപ്പിയറൻസ് അത് നഷ്ടപ്പെട്ടു പോകുന്നു. മുടിക്ക് നല്ലപോലെ ഒരു ഡ്രൈനെസ്സും അതുപോലെ പൊട്ടിപ്പോകാനും ഒക്കെ ഉള്ള ഒരു കാരണമൊക്കെ ആയി തീരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാമ്പൂ ഒക്കെ കഴിവതും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂ ഉണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കുക. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പയർ പൊടി എടുക്കുക, അതിൻ്റെ തുല്യ അളവിൽ തന്നെ കുറച്ച് ഉലുവ പൊടിച്ചതും എടുക്കുക. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇത് തന്നെ എടുക്കാവുന്നതാണ്. ഇത് രണ്ടും തുല്യ അളവിൽ എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ചെമ്പരത്തിയുടെ ഇല അരച്ചതും കൂടി ചേർക്കുക. എന്നിട്ട് കുറച്ച് കഞ്ഞിവെള്ളവും കൂടി ഒഴിക്കുക. ഈ മിശ്രിതം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തേച്ചിട്ട് കുളിക്കാവുന്നതാണ്. അപ്പം മറ്റ് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാമ്പു തേക്കുന്നതിനെക്കാട്ടിലും ഇത് തേച്ചിട്ട് കുളിക്കുമ്പോൾ നല്ലൊരു ഷൈനിങ് മുടിക്ക് കിട്ടുന്നു, ഡാൻഡ്രഫ് മാറുന്നു, മുടി പൊഴിച്ചിൽ മാറുന്നു, മുടി നന്നായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. അതുപോലെ മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കാവുന്ന മറ്റൊരു ഷാമ്പു ഉണ്ട്. ഒരു മുട്ട മുഴുവനായിട്ട് എടുക്കുക, മഞ്ഞക്കരും വെള്ളക്കരും കൂടി ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കുക. ഇതും നമ്മൾ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഇട്ടതിന് ശേഷം നന്നായിട്ട് മുടി വെള്ളം ഒഴിച്ച് കഴുകിക്കളയുക. ഇതിനൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ്റെ എഫക്റ്റും ഇത് തരാറുണ്ട്. അതിനൊപ്പം തന്നെ ഇത് മുടി വൃത്തിയാക്കുന്നു, അതുപോലെ ഒരു കണ്ടീഷനിങ് എഫക്റ്റ് നൽകുന്നു. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അത് നല്ല വിലയേറിയ ഒരു ട്രീറ്റ്മെൻറ്റുമാണ്. എന്നാൽ നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ഈ മുട്ടയുടെ വെള്ള അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത് വളരെ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. എല്ലാവരും സാധാരണ മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത്, പക്ഷെ മഞ്ഞയും കൂടി എടുക്കാവുന്നതാണ്. മഞ്ഞ തേക്കുമ്പോൾ കുറച്ച് സ്മെല്ല് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ച് താളിപ്പൊടി മറ്റൊക്കെ തേച്ച് കഴുകി കളഞ്ഞാൽ മതിയാവും. മഞ്ഞ എടുക്കുമ്പോൾ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് ഫാറ്റും കൂടെ ഉള്ളതിനാൽ ഓയിലി ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് നൽകുന്നത് കൊണ്ട് ഡ്രൈനെസ് പെട്ടെന്ന് മാറുന്നു മുടിയിലെ. അപ്പോൾ ഈ മുട്ട എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ഈ ഏത്തപ്പഴം, നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം കുറച്ച് അരച്ചെടുക്കുക, അതും കൂടി ഇതിനകത്ത് ചേർക്കുക. കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് നാരങ്ങ നീരും കുറച്ച് തേനും, ഒരു സ്പൂൺ തേനും കൂടി ചേർത്തിട്ട് ഇത് മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു മാസ്ക് ആയിട്ട് ഇടുക. അതിനുശേഷം ഒരു അരമണിക്കൂർ വല്ലതും ഇട്ടതിന് ശേഷം നന്നായിട്ട് കഴുകിക്കളയുമ്പോൾ നമ്മൾ ആഫ്റ്റർ വാഷ് എന്ന് പറയും. അതായത് മുടി കഴുകിയതിന് ശേഷം അവസാനമായിട്ട് ഒഴിക്കുന്ന വെള്ളത്തിനകത്ത് ഒരു സ്പൂൺ തേനും കൂടി ചേർക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് അത് മുടിയിൽ കഴുകാനും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസ്ക് ഇട്ടതിന് ശേഷം അതൊരു നല്ലൊരു പ്രോട്ടീൻ എഫക്റ്റ് മുടിക്ക് നൽകുന്നുണ്ട്. അതുപോലെ നല്ലൊരു ഷൈനിങ്ങും തരുന്നതായിരിക്കും.
അതുപോലെ ചെയ്യുന്ന മറ്റൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തൈരാണ്. കുറച്ച് നല്ല തൈര് എടുക്കുക, അതിനകത്ത് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കുക. എന്നിട്ട് അവയും ഇതുപോലെ മുടിയിലും മുഴുവനായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ കഴുകിക്കളയുക. ഇവയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണെന്ന് മാത്രമല്ല, ഇവ മുടിയിലെ ഡാൻഡ്രഫ് മാറ്റുവാനായിട്ടും മുടി വളരുവാനായിട്ടും വളരെ നല്ലതാണ്. അതുപോലെ നേരത്തെ ആഫ്റ്റർ വാഷായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഹണി പറഞ്ഞതുപോലെ ഒരു നല്ല സാധനമാണ് തേയിലയുടെ വെള്ളം എന്ന് പറയുമ്പോൾ. അതൊരു 2-3 ടീസ്പൂൺ തേയില ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം അതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ കുളിച്ചതിന് ശേഷമുള്ള ആഫ്റ്റർ വാഷായിട്ട് അവസാനം ഒഴുകുന്ന മകിനകത്ത് ഈ തേയിലയുടെ വെള്ളം കൂടി ചേർത്തിട്ട് തലയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തിളക്കം മുടിക്ക് കിട്ടുന്നു. അതുപോലെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുമൊക്കെ പെട്ടെന്ന് മാറുന്നതായിരിക്കും. അപ്പോൾ മുടിയുടെ അറ്റം പിളരുക എന്നുള്ളതാണ് പിന്നീട് കാണുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അതിന് നമ്മൾ കൂടുതലായിട്ടും ഒരുപാട് ഹെയർ ഡ്രൈ ഒക്കെ ചെയ്യുക, ഒരുപാട് സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യുക, കൂടുതലായിട്ട് ഡ്രൈ ആയി പോവുക, ഇവയൊക്കെ കൊണ്ടാണ് കൂടുതലായിട്ട് മുടിയുടെ അറ്റം പിളരുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുപോലെ തന്നെ മുട്ടയുടെ വെള്ള തേക്കുക, അല്ലെങ്കിൽ ഉള്ളിയുടെ നീര്, അല്ലെങ്കിൽ തുളസി ഇലയുടെ നീര്, ഇവയൊക്കെ മുടിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുടിയുടെ അറ്റം പിളരുന്ന പ്രശ്നമൊക്കെ മാറാറുണ്ട്. അതുപോലെ അറ്റം പിളരുമ്പോൾ തന്നെ ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും മുടിയുടെ അറ്റം ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെങ്കിൽ പയറുപൊടിയൊക്കെ തേച്ച് കുളിക്കുമ്പോൾ ഈ മുടിയുടെ ഓയിൽനെസ് കുറച്ചൊന്ന് കുറയുന്നതായിരിക്കും. എന്നാലും കഴിവതും എപ്പോഴും കുറച്ച് ഓയിലി ആയിട്ടുള്ള മുടിയാണ് കാണാൻ ഭംഗിയും ഹെൽത്തിയും എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും അലട്ടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഡാൻഡ്രഫാണ്. അപ്പോൾ ഡാൻഡ്രഫ് മാറ്റാനായിട്ട് നമ്മൾ ഒരുപാട് ആൻറ്റി ഡാൻഡ്രഫ് ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതും കെമിക്കലായത് കാരണം കുറച്ച് ഡാൻഡ്രഫ് നന്നായിട്ട് കുറയുന്നില്ല എന്ന് മാത്രമല്ല, പിന്നെ വരൾച്ചയൊക്കെ കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഡാൻഡ്രഫ് മാറ്റാനുള്ള കുറച്ച് പാക്ക് പറഞ്ഞുതരാം. വളരെ ഫലപ്രദമാണിത്. കുറച്ച് ഉലുവ എടുത്തിട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിട്ട് വെച്ചേക്കുക. എന്നിട്ട് പിറ്റേന്ന് അത് അരച്ചെടുക്കുക. ഈ ഉലുവയ്ക്കകത്ത് കുറച്ച് മുട്ടയുടെ വെള്ളയും കുറച്ച് തേനും കൂടി ചേർത്തിട്ട് മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചേക്കുക. പ്രത്യേകിച്ച് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് കഴുകിക്കളയുക. അതുപോലെ തന്നെ ഹോട്ട് ആയിട്ടുള്ള കുറച്ച് എണ്ണ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ നല്ലതാണ്. അതിനുവേണ്ടി നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ ഇതിൽ ആയുർവേദ എണ്ണകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതോ ഒലീവ് ഓയിലോ ബദാം ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എണ്ണ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക എന്ന് പറഞ്ഞാൽ എണ്ണ നേരിട്ട് ചൂടാക്കുകയല്ല, പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു ചൂടോടുകൂടി തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു ടവൽ നല്ല ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് അത് തലയിൽ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് വല്ല അങ്ങനെ ഇരുന്നതിന് ശേഷം മാറ്റിയതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിലോ ഒക്കെ കഴുകിക്കളയാവുന്നതാണ്. ആ സമയത്തൊക്കെ മാത്രമേ ഇളം ചൂടുവെള്ളം യൂസ് ചെയ്യാൻ പാടുള്ളൂ. കഴിവതും തല കുളിക്കാനായിട്ട് പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കുന്നതാണ് നല്ല കാര്യം. ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുടി ഡ്രൈനെസ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മുടി പൊഴിയാനും മുടിയുടെ വരൾച്ച ഒന്ന് മുരടിച്ച പോലെ വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ മുടിയുടെ ഈ പറഞ്ഞിട്ടുള്ള ഈ പാക്കൊക്കെ ചേർക്കുമ്പോൾ ഡാൻഡ്രഫ് കുറയുന്നുണ്ട്. അതുപോലെ ഏറ്റവും നല്ല മറ്റൊരു മരുന്നെന്ന് പറയുന്നത് അലോവേറയാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ മുറ്റത്ത് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് അലോവേറ എന്ന് പറയുമ്പോൾ. അലോവേറ എടുത്തിട്ട് അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് അതും ഇതുപോലെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാൻഡ്രഫ് മാറും. അതുപോലെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പഴങ്കഞ്ഞിയുടെ വെള്ളം എടുത്തിട്ട് അതും ഇതുപോലെ കുളിക്കുന്നതിന് മുന്നേ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം വല്ല അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഡാൻഡ്രഫ് മാറുന്നുണ്ട്. ഇപ്പോൾ ഡാൻഡ്രഫ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മൾ കൺപീലിയിലും പുരികത്തും ഒക്കെ വരുന്ന ഡാൻഡ്രഫിൻ്റെ പ്രശ്നം. അതുമൂലം ഉണ്ടാകുന്ന പുരികവും മുടിയൊക്കെ കൊഴിയുന്ന പ്രശ്നം. ഇത് മാറാനായിട്ട് കാസ്റ്റർ ഓയിൽ തേച്ചാൽ മതി. പുരികത്തും കൺപീലിയിലും ഒക്കെ രാത്രി ഉറങ്ങുമ്പോഴും മറ്റേ കാസ്റ്റർ ഓയിൽ തേച്ചാൽ മതിയാകും. നെറ്റ് കയറുന്നൊരു പ്രശ്നമാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. അത് മാറുവാനായിട്ട് ചുവന്നുള്ളി എടുത്തിട്ട് കണ്ടിച്ചിട്ട് അതിന് നീര് തേക്കുകയോ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ തേക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ നെറ്റ് കയറുന്ന പ്രശ്നം മാറുന്നതായിരിക്കും. അപ്പം മുടിയുടെ ആരോഗ്യത്തോടെ ശ്രദ്ധിക്കാനായിട്ട് പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മെറ്റൽ കൊണ്ടുണ്ടാക്കി അതിന് ക്ലിപ്പൊക്കെ മുടിയിൽ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം സ്ഥിരമായിട്ട് ഈ മെറ്റൽ ക്ലിപ്പ് ഇടുകയാണെങ്കിൽ ആ ക്ലിപ്പ് ഇടുന്ന ഭാഗം വെച്ചിട്ട് മുടി പൊഴിഞ്ഞു പോകാനും അല്ലെങ്കിൽ മുടിക്ക് ഡാമേജ് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതിനാൽ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബണ്ണൊക്കെ മാത്രമേ ഇടുക. റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരുപാട് റഫായിട്ടുള്ള ക്ലിപ്പോ ഒക്കെ യൂസ് ചെയ്യാതിരിക്കുക. മുടി ഒരുപാട് ഇറുക്കി കെട്ടിയിട്ട് പോണി ടെയിൽ പോലെ കെട്ടി വെക്കാതിരിക്കുക.
എല്ലാ ദിവസവും കുളിച്ചതിന് ശേഷം തോർത്തൊക്കെ നന്നായിട്ട് കഴുകുക. കാര്യം ഡാൻഡ്രഫൊക്കെ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കിയാലും തോർത്തും നമ്മൾ കോമ്പും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ വീണ്ടും ഡാൻഡ്രഫ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരാൾ യൂസ് ചെയ്യുന്ന കോമ്പ് കഴിവതും മറ്റൊരാൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ടവലായാലും ശരി, ഒരാൾ യൂസ് ചെയ്യുന്നത് മറ്റൊരാൾ യൂസ് ചെയ്യാതിരിക്കുക. അപ്പം മുടി കഴുകി വൃത്തിയാക്കി വെക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൊടിക്കൈകളോ അല്ലെങ്കിൽ കുറച്ച് ഈ പറഞ്ഞ ഈ രീതിയിലുള്ള നാച്ചുറലായിട്ടുള്ള ഷാമ്പുവോ ഒക്കെ ഉണ്ടാക്കാൻ പാടാണ് എന്നുള്ളവർക്ക് ഷാമ്പു തന്നെ തേച്ചേ മതിയാകൂ എന്നുള്ളവർക്കാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഷാമ്പു തലയിൽ തേക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു 10 ml ഷാമ്പു എടുക്കുകയാണെങ്കിൽ ഒരു 50 ml വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു മിശ്രിതം തലയിൽ തേക്കുക. അതിനുശേഷം കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ സെയിം ആയിട്ടാണ്, കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ മുട്ടയുടെ വെള്ളയോ തേനോ ഒക്കെ തേച്ചിട്ടുണ്ടാകുന്ന ഷൈനസ് എന്ന് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ല തിളക്കമൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതിനാൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ആഹാരം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക. എന്തെങ്കിലും മാനസിക പിരിമുറുക്കം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. മുടിയെ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അതേ ഒരു ഇതോടുകൂടി മുടിയെ പരിപാലിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല ഇടതൂർന്ന മുടി ഉണ്ടാവും. നമുക്ക് നാച്ചുറലായിട്ടുള്ള എണ്ണ എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. അതിന് വേണ്ടുന്ന നീലാമരിയോ അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില, മൈലാഞ്ചിയുടെ ഇല, എള്ള്, കുറച്ച് ചുമന്ന ഉള്ളി, നെല്ലിക്ക ഇവയെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി തേച്ച് കാച്ചിയെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ തേച്ച് കുളിക്കുകയാണെങ്കിൽ നന്നായിട്ട് മുടി വളരും. നാച്ചുറലായിട്ടുള്ള ഡൈ എണ്ണ യൂസ് ചെയ്യുക. കുറച്ച് വീട്ടിലെല്ലാം ഉള്ള മൈലാഞ്ചിയും കുറച്ച് നെല്ലിക്കയുടെ പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഡൈ യൂസ് ചെയ്യുക. കഴിവതും ആർട്ടിഫിഷ്യലായിട്ടുള്ള ഉപയോഗിക്കാതിരിക്കുക. ഇവയൊക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും മുടി നല്ല തിളക്കമുള്ളതും നല്ല കറുത്തതും പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കാതിരിക്കുന്നതും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും.